അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്നതി അബദാ, ഒരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കിടക്കാത്ത 3 വിഭാഗം. ആര് കിടന്നാലും കിടക്കൂല, ആര് സ്വർഗ്ഗത്തിൽ കിടന്നാലും കിടക്കൂല. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കിടക്കാത്ത 3 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുവോ? മണിയറ രഹസ്യം മറ്റുള്ളവനോട് പറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയോ, ഒരു കാലത്തും സ്വർഗ്ഗത്തിൽ കിടക്കാത്തവൻ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവൻ തന്റെ മണിയറ രഹസ്യം പറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പാതിരാത്രി ഏറ്റവും കൂടുതൽ വ്യഭിചാരം നടക്കുന്നത് മൊബൈലിലൂടെയാണ്. പടച്ചവനെ ഭക്ഷണം കടിച്ച ഒരു ഉമ്മ ഒരു റൂമില്, മോളൊരു റൂമില്, മോനൊരു റൂമില്. പടച്ചവനെ ഇന്ന് പാതിരാത്രി വ്യഭിചാരം വല്ലാതെ വർദ്ധിക്കുമ്പോ, ഉമ്മമാരെ ഈ നാവ് കൊണ്ടാണ് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്. മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം തന്റെ അനുയായികളെ കടന്നു വരുന്ന സമയം കാലിന്റെ തള്ളവിൽ നിന്ന് റൂഹ് പിടിച്ച് നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ, പാതിരാത്രി മുഴുവനും വൃത്തികേടുകൾ പറഞ്ഞ ഈ നാവ് പൊക്കിയിട്ട് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മോശമായത് പറയല്, മോശമായത് കേൾക്കല്, അത് ചെവിയുടെ വ്യഭിചാരം, അത് നാവിന്റെ വ്യഭിചാരം. അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത് കൈയുടെ വ്യഭിചാരമാണ്. അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നത് കൈയുടെ വ്യഭിചാരമാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ശരീരത്ത് നിനക്ക് തൊടണമെന്ന് തോന്നിയാ അവളെ തൊടുന്നതിനേക്കാളും നല്ലതെന്തെന്നറിയുവോടാ ചെറുപ്പക്കാരാ? നിങ്ങളെ ഒരു അന്യ പുരുഷന്റെ ശരീരത്ത് നിനക്ക് തൊടണമെന്ന് തോന്നിയാൽ അവനെ തൊടുന്നതിനേക്കാളും നല്ലത് കാഷ്ടം തിന്നുന്ന പന്നി എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ, ആ മൃഗം കാഷ്ടത്തിന്റെ അകത്ത് കിടക്കുമ്പോ അതിനെ കെട്ടിപ്പിടിക്കടാ. ഒരു പെണ്ണിനെ തൊടുന്നതിനേക്കാളും നല്ലതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്യ പെണ്ണിനെ തൊടുന്നതിനേക്കാളും നല്ലത് പന്നിയെ കെട്ടിപ്പിടിക്കലാ. 7 വെള്ളത്തിൽ കഴുകിയാ അത് ശുദ്ധമാകുമല്ലോ. ഈ പാവം നീ എവിടെ കൊണ്ട് കഴുകിക്കളയാരാ? ഭർത്താവിന്റെ അനുജന്റെ ബൈക്കിന്റെ പുറകിൽ കയറി ഇരുന്ന് പോകുന്ന നിനക്കത് പറഞ്ഞാ തിരിയൂല. ഇതൊക്കെ പറഞ്ഞാലും പ്രായപൂർത്തിയായ പൊന്നുമോള് കുടുംബത്തിലാകുന്ന ചെറുപ്പക്കാരന്റെ ബൈക്കിന്റെ പുറകിൽ കയറ്റി യാത്രയാക്കുന്ന നിനക്കത് തിരിയൂല. പെങ്ങളെ, നാട്ടുകാരെയല്ല സൂക്ഷിക്കേണ്ടത്, അയൽവാസികളെയല്ല സൂക്ഷിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിന്റെ കുടുംബത്തിലെ അകന്ന ചെറുപ്പക്കാരെയോ. പെങ്ങളെ, ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ. അവർക്ക് പരസ്പരം തൊട്ടാലും തടകിയാലും പിടിച്ചാലും കുഴപ്പമില്ല. അതിനെക്കുറിച്ച് വഅല് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിന് മനസ്സിലാവൂല. ചെറുപ്പക്കാരാ, പാപമാടാ. എത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ശരീരത്ത് തൊട്ടിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ട. ഇന്നി അഖാഫുല്ലാഹ്, അല്ലാഹുവിനെ ഭയക്കണം ചെറുപ്പക്കാരാ. എന്റെ ശരീരത്തെ തൊടല്ലേ എന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടാകണം പൊന്നുമോര്. ഏതുപോലെ എന്നറിയുവോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോ നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. കാരണം 5 നേരം ബാങ്ക് വിളിക്കുമ്പോ പള്ളിയുടെ 1-ാമത്തെ സഫിലിരിക്കുന്ന ചെറുപ്പക്കാരനാ. പടച്ചവനെ, ഒരു ദിവസം നമസ്കാരം കഴിഞ്ഞിട്ട്, ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ആരുമില്ലാതെ ഇരുട്ടുള്ള ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു സുന്ദരിയായ പെണ്ണ് ഓടി വന്നിട്ട് ആ ചെറുപ്പക്കാരന് തന്റെ മാറിടത്തിലേക്ക് കയറി കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തിയിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, എന്റെ മോഹമൊന്ന് സാധിച്ചു തരുവോ? പാതിരാത്രി ഒരു ചെറുപ്പക്കാരന് ആരും കാണാതെ ഒരു പെണ്ണ് വഴിയിൽ വെച്ച് കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുകയാണ്, എന്റെ മോഹമൊന്ന് സാധിച്ചു തരുവോ? ആ ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറക്കുകയാണ്, കണ്ണ് നിറഞ്ഞു ഒഴുകുകയാണ്. പടച്ചവനെ, ഞാൻ തെറ്റുകാരനായി പോയല്ലോ. എന്റെ ശരീരത്തെ ആദ്യമായിട്ടൊരന്യ പെണ്ണ് തൊട്ടുപോയല്ലോ. ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ. ചെറുപ്പക്കാരാ, കരഞ്ഞ് ബോധം കെട്ടങ്ങ് താഴെ വീഴുകയാണ്. അവിടുത്തെ ബോധമങ്ങ് നഷ്ടപ്പെട്ടു.
നഷ്ടപ്പെട്ടു പോയി. പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ ബോധം കെട്ടി വീഴുമ്പോ സുന്ദരിയായ പെണ്ണ് കളഞ്ഞിട്ട് ഓടി രക്ഷപ്പെടുകയാണ്. ബോധമില്ലാതെ താഴെ കിടക്കുന്ന ചെറുപ്പക്കാരൻ ഏതോ വഴിയാത്രക്കാരി എടുത്തുകൊണ്ട് വീടിന്റെ മുന്നിലേക്ക് കൊണ്ടുവച്ചു. ആ ചെറുപ്പക്കാരന്റെ പിതാവ് ആ പൊന്നുമകന് ബോധം വന്നപ്പോ അവിടെ നിന്ന് ചോദിച്ചു, എന്ത് പൊന്നുമോര്? കരഞ്ഞുകൊണ്ട് പറയുന്നു, ഹസുറത് ദുനിയാ വൽ ആഖിറ, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയി, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയി. വാപ്പാ, എന്റെ ശരീരത്തൊരന്യ പെണ്ണ് തൊട്ടു, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയി. വാപ്പയോട് നടന്നത് മുഴുവനും പൊന്നുമകന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ പിതാവ് പറഞ്ഞു, പൊന്നുമോനെ, നീ തെറ്റുകാരനല്ല, നീ തെറ്റുകാരനല്ല, അവളല്ലേ ഇങ്ങോട്ട് കയറി പിടിച്ചത്. പൊന്നുമോനെ, പടച്ചവൻ നിനക്ക് പുറത്തു തരുമടാ. എന്തു പറഞ്ഞിട്ടും ആ ചെറുപ്പക്കാരന് മനസ്സിലാകുന്നില്ല. അവസാനം അവിടെന്ന് പറഞ്ഞു, ഖലീഫയോട് ചോദിക്ക്, ഇതിന്റെ മസല ഉമർ നിങ്ങളോട് ചോദിക്ക്. വാപ്പ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. ഇതിന്റെ മസല ചോദിച്ചോ. ഉമർ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പൊന്നുമോൻ അല്ലാഹു പുറത്തു കൊടുക്കും, അവൻ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്തിരിഞ്ഞവനാണ്, അവന് തെറ്റുകാരനല്ലെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വാപ്പ തന്റെ വീടിന്റെ അകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പൊന്നുമകനോട്, മോനെ, നീ നിരപരാധിയാണെന്ന് പറയാൻ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നപ്പോൾ കണ്ട കാഴ്ച എന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്, നെഞ്ച് പൊട്ടിയിട്ട് മരിച്ചു പോയടാ ചെറുപ്പക്കാരാ. അങ്ങോട്ട് കയറി പിടിച്ചതല്ല, ഒരു പെണ്ണിങ്ങോട്ട് കയറി പിടിച്ചതാണ്. എന്നിട്ടും ഞാൻ പാവിയായി പോയല്ലോ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ, ഞാൻ നാളെ വ്യഭിചാരിയെ പോലെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവനാണല്ലോ എന്ന് ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് നെഞ്ചു പൊട്ടിക്കെട്ടും മരിച്ചുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ ജനാസ ഇറക്കി വെക്കുമ്പോഴാണ് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞത്, മോനെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താ, നിനക്ക് അല്ലാഹു 2 സ്വർഗം തരുമടാ എന്ന് അല്ലാഹുവേ ഉമർ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ ചെറുപ്പക്കാരാ, സാഹചര്യം കിട്ടുമ്പോ ഒഴിവാവണമടാ പൊന്നുമോന്. നിങ്ങളെ യവനാട് എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലും കുടുംബത്തിലകന്ന ചെറുപ്പക്കാരനാണെങ്കിലും ഉമ്മ പറയും അവന്റെ പുറകിൽ കയറി പോകാൻ പറയുമ്പോ നീ ഉമ്മയോട് പറയണം, ഉമ്മ പാപമാണ്, ഇത് വ്യഭിചാരമാണ്, നിങ്ങൾ വ്യഭിചരിക്കാനാണ് പറയുന്നത്, എനിക്ക് പടച്ചറപ്പിനെ പേടിയാണ്, എനിക്ക് നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ ഒരു വ്യഭിചാരിയെ പോലെ പോയി നിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞോ അല്ലാഹു നിനക്ക് 2 സ്വർഗം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒന്നാമത്തെ എളുപ്പവഴി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ വൻപാപങ്ങളെ ഉപേക്ഷിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ.